നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കേരളത്തിലെ ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുണ്ടല്ലോ, ആ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 100ഓളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലുപരി മറ്റൊരു സ്ഥാപനങ്ങളില്ലാത്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബോർഡ്, അതേപോലെ തന്നെ ലോക്കൽ ബോഡീസ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അവിടെ ഈ സ്കൂൾ തുടങ്ങാറായല്ലോ. ഈ സമയത്ത് എങ്ങനെ ഈ കുട്ടി മുകളിൽ പോയി, അതേപോലെ തന്നെ ഈ പെട്ടെന്നുണ്ടായ കാര്യമല്ലല്ലോ. അവിടുത്തെ അധ്യാപകരും HM-ഉം അവിടുത്തെ മറ്റ് അധികാരികൾ എല്ലാ ദിവസവും കാണുന്നില്ലേ ഈ ഇലക്ട്രിക് ലൈനും അതുപോലുള്ള കാര്യങ്ങൾ. അവരെങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്, അതേ കൊടുത്തില്ലയോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കും. ഇലക്ട്രിസിറ്റി ബോർഡും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് താങ്ങാനാവാത്ത ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊരു മകൻ നഷ്ടപ്പെട്ട പോലുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തൊക്കെ സഹായങ്ങൾ ചെയ്യേണ്ടി വന്നാലും ആ സഹായങ്ങൾ മുഴുവൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ മറ്റു കാര്യങ്ങൾ ഒരു വിശദമായ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപാദിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.